ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരുടെ ഉള്ളിലും ഇരുന്ന് ഈ ഒരു ഭാഗവതം വേണ്ടതുപോലെ കേൾക്കാനും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും ആ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് ഈ ഒരു യജ്ഞം പൂർണ്ണമാക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് വായിച്ച് സമർപ്പിച്ചത്. അതിൽ ആ ഭഗവാന്റെ കഥ പറയാനുള്ള ആ കൊതിയോട് കൂടിയിട്ട് ഋഷീശ്വരന്മാർ ചോദിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് വായിച്ച് സമർപ്പിച്ചത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും തൻ്റെ ആ ശ്രീകൃഷ്ണ രൂപത്തെ മറച്ചപ്പോൾ പിന്നീട് എന്താണ് ഉണ്ടായത് എന്നൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ചോദിച്ചത്. അതിൻ്റെ അടുത്ത ഭാഗം രണ്ടാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ അക്കിത്തം ഭാഗവതത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കി തരാനായിട്ട് എത്രയോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാവണില്ല, നമുക്ക് ഒന്നും അറിയണില്ല. അങ്ങനെയുള്ള നമ്മളെയൊക്കെ ധരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് എത്രയോ ലളിതമായിട്ട് എത്രയോ അദ്ദേഹം അതിനു വേണ്ടി എത്ര പ്രയത്നിച്ചിട്ടുണ്ടാവാം. കാരണം അത്രയും ലളിതമാക്കാമോ അത്രയും ലളിതമാക്കി. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് വായിച്ചപ്പോൾ ഒക്കെ മനസ്സിലായത് മറ്റുള്ളവരിലേക്കും വേണ്ടതുപോലെ എത്തട്ടെ എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരിലേക്കും എത്തുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെയും അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെയും ബലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛ കൊണ്ട് നമ്മളിലേക്ക് ഈ ഒരു ഗ്രന്ഥം എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിലൂടെ നമുക്ക് വരുന്ന ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ ആ ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ ഭക്തൻ സന്തോഷിക്കണം. അപ്പോൾ ഭക്തൻ ചെയ്ത ഒരു കാരണം മറ്റുള്ളവർക്കൊക്കെ സ്വന്തം നേരത്തെ പറഞ്ഞ് കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ, ഒന്നും ആഗ്രഹിക്കാണ്ട് തനിക്ക് വേണ്ടി ഒന്നുമില്ലാണ്ട് സ്വർഗമോ അല്ലെങ്കിൽ അഷ്ടൈശ്വര്യ സിദ്ധികളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ കണ്ട് എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ച് ചെയ്തൊരു പ്രവൃത്തി അത് ഈശ്വരന് സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളൊരു ഭക്തൻ്റെ ആ പ്രവൃത്തിക്ക് ഫലം ഉണ്ടാവുക വെച്ചാൽ നമ്മളെ പോലെയുള്ളവരൊക്കെ അത് പാരായണം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് നമ്മളൊരാൾ പാരായണം ചെയ്യുകയോ മറ്റുള്ള ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് നിത്യമായിട്ട് അവനവൻ്റെ ഗൃഹത്തിലിരുന്ന് പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഈശ്വരനാണ്. കാരണം അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിക്ക് ഫലം സിദ്ധിക്കുകയാണല്ലോ ചെയ്യണത്. അപ്പോൾ ഈശ്വരൻ സന്തോഷിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈശ്വരൻ്റെ സന്തോഷത്തിനു കൂടി പാത്രം ആവട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം ദ്വിതീയ അധ്യായം. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടാ വിപ്രാണം വ്യോമഹർഷണി പ്രതിപൂജ്യ വജസ്തേഷം പ്രവർത്തും ഉപചക്രമേ. വ്യാസൻ പറഞ്ഞു, വിപ്രന്മാരുടെ ചോദ്യത്താൽ ഹൃഷ്ടനായ മഹർഷിണി തയ്യാറായി മറുപടി ചൊല്ലുവാൻ സാഭിനന്ദനം.
അർത്ഥമൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു സംസർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ആ ജന്മമുക്തൻ അനുപേതൻ എവന്റെ പോക്കിൽ ദ്വൈപായനൻ വിരഹകാതുരനായി വിളിച്ചു. ഹേ പുത്ര, ശാഖികളതേറ്റു പറഞ്ഞതാർക്കായി ആ സർവഭൂതഹൃദയന്നു നമസ്കരിപ്പേൻ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ. സൂതൻ പറയാണ്, ആ വ്യാസൻ തൻ്റെ സന്യസിച്ചു പോകുന്ന ശുഗബ്രഹ്മർഷിയുടെ വിരഹം കൊണ്ട് പുത്രാന്ന് വിളിച്ചപ്പോൾ 4 ഭാഗത്തു നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ശബ്ദത്തെ തന്നെ പുറപ്പെടുവിച്ചത്. അപ്പോൾ ആ സർവഭൂതങ്ങളിലും ഒരേ സമയത്ത് പ്രവേശിക്കാൻ മഹിമയുള്ള ആ ശ്രീ ശുഗബ്രഹ്മർഷിയെ നമ്മൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കഥ പറയാനായിട്ട് തുടങ്ങുന്നത്. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതിക്ഷതാം തമോന്ധം സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ആരോ നിജാനുഭവമാം ശ്രുതിസാരമേകം സംസാരികൾക്കിരുൾ കടത്തിവിടും പ്രദീപം കാരുണ്യമർന്നരുളി സർവപുരാണ തത്വം ആ വ്യാസസൂനു മുനിയേ ഗുരുവാശ്രയം മേ. അപ്പൊ പറയണു, സംസാരമാകുന്ന ഘോര അന്ധകാരത്തെ കടക്കാനായിട്ട് ലൗകികന്മാരെ കുറിച്ചുണ്ടായ കരുണയിൽ ആരാണോ അസാധാരണ മഹിമയുള്ളതും വേദങ്ങളുടെയൊക്കെ സാരമടങ്ങിയതും ആയിട്ടുള്ള ആ ഭാഗവതത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രഹസ്യത്തെ ഉപദേശിച്ചത്. അങ്ങനെയുള്ള ആ മുനികളുടെയൊക്കെ ഗുരുവായിട്ടുള്ള വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ, ഗുരുഭൂതനായിട്ടിരിക്കുന്ന ആ ശ്രീശുക ബ്രഹ്മർഷിയെ ഞങ്ങളിതാ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു നമസ്കാരം ഒക്കെ ഇത്ര ലളിതമായിട്ട് ഈ ഭാഗവതത്തെ മലയാളത്തിൽ പറഞ്ഞു തന്ന ആ അച്യുതൻ നമ്പൂതിരിയുടെ പാദത്തിലും നമുക്ക് നമസ്കരിക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നരോത്തമൻ നരൻ നാരായണൻ വാഗ്ദേവിയെ എന്ന പൊൽവ്യാസനും വഴികാട്ടാവൂ കഥിച്ചിടുന്നു ഞാൻ ജയം. ജയം ഉദീരയേത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയം എന്ന് വെച്ചാൽ ആ ഗ്രന്ഥം എന്നാണ് അർത്ഥം പറയണത്. ഉദീരയേത് എന്ന് വെച്ചാൽ പറയാം, അതായത് നരനാരായണന്മാര്, ആ വാഗ്ദേവതയായ സരസ്വതി ദേവി, വേദവ്യാസര്, അങ്ങനെ എല്ലാവരെയും നമസ്കരിച്ച ശേഷം ആ സംസാര സാഗരത്തെ, സംസാര ദുഃഖത്തെ ജയിക്കാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായിട്ടുള്ള ആ ശ്രീമദ് ഭാഗവത പുരാണം ആരംഭിക്കാനായിട്ട് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ഗ്രന്ഥത്തിൻ്റെ ശ്രീമദ് ഭാഗവതം എല്ലാവർക്കുമായിട്ട് പറയാം എന്ന് പറയാണ്. മുനയ സാധു പൃഷ്ടോഹം ഭവദ്ഭിർ ലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. മുനിമാരേ ഭവാന്മാർത്തൻ ചോദ്യമേ ലോകമംഗളം കൃഷ്ണനെ പറ്റിയാവുമ്പോൾ എന്തും ആത്മപ്രസാദകം. പറയണു, നിങ്ങൾ ചോദിച്ചത് ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ്. ശ്രീകൃഷ്ണ ചരിതത്തെ പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചുല്ലോ, അത് ലോകമംഗളത്തിനാണ്. പ്രത്യേകിച്ച് കൃഷ്ണകഥകളെ പറയുമ്പോൾ പരമധന്യം തന്നെയായിട്ട് തീർന്നു. കാരണം കലികാലത്തെ ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രീകൃഷ്ണ കഥാശ്രവണവും അത് പറയുക, കേൾക്കുക ഒക്കെ ചോദിക്കുക ചെയ്ത 3 പേർക്കും ഒരുപോലെ കൃഷ്ണനിലെ അവരുടെ 3 പേരുടെ മനസ്സും പ്രസന്നമാവണു. അവർക്കൊക്കെ ശ്രീകൃഷ്ണനിൽ രതി ഉണ്ടാവണു, ആനന്ദാനുഭവം ഉണ്ടാവുകയാണ് ചെയ്യണത്. അപ്പം അത് വളരെ നന്നായി എന്ന് പറയണു. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജ
ഹൈതുക്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. വാസുദേവേ ദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത് അഹൈതുകം പ്രതിഹിതം ഇന്ദ്രിയാതീതഭക്തിമാൻ പരധർമ്മം അതാത്മാവിന്നേൽക്കും നിത്യപ്രസന്നതാ. ഭഗവാൻ വാസുദേവങ്കൽ ഭക്ത്യാ നാം ബദ്ധരാകുവിൽ ജനിച്ചിടുന്നു വൈരാഗ്യം സൂക്ഷ്മജ്ഞാനം അഹൈതുകം. ഏത് വിധമായിട്ടുള്ള പ്രവൃത്തിയിലാണോ ഇളക്കില്ലാത്തതായിട്ടുള്ള ഒരു ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ഉണ്ടാവണത്, നിശ്ചയമായിട്ടും ആ ഫലത്തെ നിശ്ചയമായിട്ടും ജനിപ്പിക്കുന്ന, അതായത് ഭക്തി ഉണ്ടാവുമ്പോൾ മനസ്സ് രജസ്തമോ ഗുണങ്ങളെയൊന്നും അതിനൊക്കെ വെടിഞ്ഞിട്ട് സത്വഗുണത്തെ മാത്രമാണ് ആശ്രയിക്കുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് പരമാനന്ദം, ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളെ വച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് വാസനകളൊക്കെ ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കർമ്മ പ്രാരാബ്ധത്തെയൊന്നും ഇല്ലാണ്ടാക്കില്ല. അതേസമയം യാതൊന്നും ആഗ്രഹിക്കാതെ കണ്ട് ആ പ്രേമഭക്തിയോടുകൂടി മാത്രം കഥ കേൾക്കാനുള്ള ഇച്ഛ കൊണ്ട് മാത്രം അത് കേൾക്കുമ്പോൾ അവിടെ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കണം. അവർ ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പോൾ സ്വർഗാദി ഫലത്തെയൊക്കെ കാംക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും. പക്ഷേ ഒന്നും ആഗ്രഹിക്കാണ്ട് ഈശ്വരനെ ആശ്രയിക്കാൻ, ആ ഭഗവത് കഥ കേൾക്കാനുള്ള കൊതി കൊണ്ട് മാത്രമാണെങ്കിൽ ആ പരമമായ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. അതുപോലെ യജ്ഞം, ദാനം, തപസ് തുടങ്ങിയ ഉണ്ടല്ലോ, അതൊന്നും മോക്ഷത്തിന് ഹേതുവല്ല. ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാണ്. ജ്ഞാനവൈരാഗ്യാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മഹിമയോട് കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണനിലെ പ്രേമലക്ഷണമായിട്ടുള്ള ഭക്തി ഉറയ്ക്കുമ്പോൾ തുച്ഛ വിഷയങ്ങളിലൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ആഗ്രഹങ്ങളെ കൊണ്ടാവും ഈശ്വരനെ ആശ്രയിക്കുന്ന, രോഗങ്ങളെ കൊണ്ട് വലഞ്ഞിട്ട്, ദുരിതങ്ങളെ കൊണ്ട് വലഞ്ഞിട്ട്, ദാരിദ്ര്യം കൊണ്ടൊക്കെ ആവും ഒരു പക്ഷേ ഈശ്വരനെ ആശ്രയിക്കുക. പക്ഷേ ഈശ്വരനെ ആശ്രയിച്ചിട്ട് ഈശ്വരനിലൊരു രതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്, ഈശ്വര കഥകളിലൊരു കൊതി ഉണ്ടാവുകയാണ് എന്ന് പറയുമ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മളെ തന്നെ വിട്ടു പോകണു. ആ ഈശ്വര കഥകളിൽ രതി വർദ്ധിക്കും തോറും നമ്മുടെ തുച്ഛങ്ങളായിട്ടുള്ള വിഷയാസക്തിയൊക്കെ വിട്ടുപോയിട്ട് നമ്മുടെ ഉള്ളിൽ ഈശ്വരന് ബാക്കി എല്ലാത്തിലും വൈരാഗ്യം വരാൻ വിരക്തി വരിക. മറ്റതൊന്നും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്നുള്ള സത്യം ബോധിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായിട്ട് തീരണു. അപ്പോൾ ഭക്തി കൊണ്ട് അപ്പം എന്തുണ്ടാവും? അറിവുണ്ടാവും. അല്ലെ, അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ പുറമേക്കുള്ള വസ്തുക്കൾ സുഖം തരും എന്ന് വിചാരിച്ചിട്ട് ആ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുകയാണ്. അല്ലേ, ഭാര്യ ഉണ്ടായാൽ സുഖാവും, മക്കളുണ്ടായാൽ സുഖാവും, വണ്ടി ഉണ്ടായാൽ സുഖാവും, ധനം ഉണ്ടായാൽ സുഖാവും എന്നൊക്കെ വിചാരിക്കുക. അതെന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലും നമ്മുടെ മുമ്പിലും കൺമുമ്പിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ ഓരോരോ ദുഃഖങ്ങൾ ഒക്കെ. വിവാഹം കഴിയണവരെ വിവാഹം കഴിഞ്ഞാൽ സുഖമാവും എന്ന് വിചാരിച്ചു, രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിച്ചു, പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞു. ഭർത്താവിനൊരു സ്ഥലത്ത് ജോലി, ഭാര്യയ്ക്ക് വേറൊരു സ്ഥലത്ത് ജോലി. അവർക്ക് കാണാനായിട്ട് പറ്റണില്ല, മിണ്ടാനായിട്ട് പറ്റണില്ല. ഇന്നത്തെ ഇതിലുണ്ടെങ്കിലും അവർക്കതൊരു ആ വിരഹ ദുഃഖം അത് ദുഃഖമായിട്ട് തീർന്നു. അതുപോലെ അവരുടെ അത് ഒരു ദുഃഖം, അത് സുഖമാവുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് സുഖം. ഒരുമിച്ച് ജീവിച്ചാൽ ആ സുഖമാവുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഒരുമിച്ച് ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ വാക്ക് തർക്കങ്ങളായി, ബുദ്ധിമുട്ടുകളായി, അപ്പോഴും ദുഃഖങ്ങൾ വരുന്നു. എന്നാൽ ശരി, ഇതിനൊക്കെ പ്രതികാരം ഹരേ കൃഷ്ണ. ഇതിനൊക്കെ പരിഹാരമായിട്ട് ഒരു കുഞ്ഞുണ്ടായാൽ സുഖാവും എന്നാണ് വിചാരിക്കണേന്ന് വിചാരിക്കുക. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വരണു രോഗങ്ങൾ വരണു, ദുരിതങ്ങൾ വരണു, ബുദ്ധിമുട്ടുകൾ വരണു, അതൊരു ദുഃഖം അല്ലേ. ആ കുഞ്ഞിനെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കിയൊക്കെ കഴിഞ്ഞാൽ അവനിൽ നിന്ന് സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവനിതുപോലെ
ഇതാ പുറമേക്കൊക്കെ പോയി ജോലിയൊക്കെ സമ്പാദിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇതാ അവൻ അകന്നു പോകുമ്പോൾ അത് അങ്ങനെ ഓരോന്നും ജീവിതത്തിലേക്ക് സുഖാവും എന്ന് വിചാരിക്കുന്നതൊക്കെ ദുഃഖങ്ങളായിട്ട് തീരുന്നുള്ളൂ. അത് എന്ത് വസ്തുക്കളായാലും അത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് പിന്നെയും നേടാൻ നോക്കണം. പക്ഷേ യാദൃശ്ചികമായിട്ട് ഇതാ ഈശ്വര കഥകളെ കേൾക്കുമ്പോൾ അതിനോടൊരു ഇഷ്ടം വരുമ്പോൾ അത് കേട്ട് ഇതിൻ്റെയൊക്കെ അപ്പോഴാണ് നമുക്കിത് തിരിച്ചറിവുണ്ടാവുക. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനവൈരാഗ്യങ്ങൾ ഇതാ നമ്മുടെ ഉള്ളിലൊക്കെ വൃദ്ധരായിട്ട് കിടക്കണു. അങ്ങനെ ഇരിക്കണ കഥ പറഞ്ഞില്ലേ, വൃദ്ധരായിട്ടിരിക്കണമെന്ന്. ഇതുപോലെ ആ ഭക്തി ഉള്ളിലുണ്ടാവുമ്പോൾ ഭക്തിഭാവത്തോട് കൂടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഭഗവാനോട് ഭക്തിയല്ല, നമുക്ക് സുഖങ്ങൾ തരാനായിട്ട് നിൽക്കുന്ന ഒരാൾ, നമ്മൾ ചോദിക്കുന്നത് തരാൻ, നമുക്ക് സുഖം തരാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ, നമ്മളുടെ വ്യാവഹാരികമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം ചെയ്തു തരുമോ, എനിക്കിതൊരു ഉപകാരം ചെയ്തു തരുമോ, ഞാൻ ഇത് തരാം എന്ന് പറഞ്ഞ് അവരത് ചെയ്തു തരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കുക ചെയ്യുക. അങ്ങനെയല്ലേ നമുക്ക് ശീലം. അതുപോലെ ഈശ്വരന് നമ്മൾ പ്രതിഫലമായിട്ട് പല വിധത്തിലുള്ള നെയ്വിളക്ക് വയ്ക്കാം, പായസം വയ്ക്കാം, അങ്ങനെ പ്രതിഫലം കൊടുത്തിട്ട് നമ്മുടെ കാര്യം സാധിപ്പിക്കാനായിട്ട് എല്ലാം തരാൻ കഴിവുള്ള ഒരാൾ, അയാൾക്കിതാ നമ്മുടെ കാര്യം സാധിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരാളെ പോലെ അങ്ങനെ ഒരു ഭാവത്തിലാണ് കാണണേ. പക്ഷെ ഇതൊന്നുമല്ല. ഈശ്വരനായിട്ട് ഒന്നും തരണമില്ല, ഒന്നും എടുക്കണമില്ല. ഇതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധം കൊണ്ട് വരുന്നതാണ്, പൂർവ്വജന്മ വാസന കൊണ്ട് വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൂർവ്വജന്മത്തിലെ ആ വാസന എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ഈശ്വരനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് മാർഗദർശിയായിട്ട് വരും എന്താ, ഇതുപോലെയുള്ള സത്സംഗങ്ങളും മഹാത്മാക്കളൊക്കെ സത്സംഗങ്ങളിൽ ഇരിക്കുക. മഹാത്മാക്കളൊക്കെ ആയിട്ട് സത്സംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെ ആവണമെന്നില്ല, ഗ്രന്ഥങ്ങളും ആണ് കേട്ടോ. ഗ്രന്ഥങ്ങളോട് കൂടി അതും സത്സംഗം തന്നെയാണ്. സത്തിനോട് സംഘം ചെയ്യുന്നത്, അതായത് നമ്മുടെ ആത്മാവായിട്ടിരിക്കണ ആ സച്ചിദാനന്ദത്തിനോട് സംഘം ചെയ്യണ എല്ലാം, അതിനോട് കൂട്ടണ എല്ലാം സത്സംഗങ്ങളാണ്. അപ്പോൾ ആ സത്സംഗത്തിലിരിക്കുന്ന സമയത്താണ് നമുക്ക് ആ തിരിച്ചറിവുണ്ടാവുക. അപ്പോഴാണ് നമുക്ക് അതുകൊണ്ട് ആ സത്സംഗം കൊണ്ടേ നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ജ്ഞാനം ഉദിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വിരക്തി, ബാക്കി ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ അതിലൊക്കെ വിരക്തി വരികയാണ് എന്ന് പറയണു. അതാണ് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വൈരാഗ്യം ജ്ഞാനമൊക്കെ ഉണ്ടാവണം. ഭക്തി ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടാവണമെന്ന് പറയാം. ധർമ്മസ്വനിഷ്ഠിത പുംസാം വിക്ഷസേന കഥാസുയാ നോത്പാദയേദ്യതിരതിം സമ ഏവ ഹി കേവലം. ധർമ്മം സ്വനിഷ്ഠിതം പോലും വിക്ഷസേന കഥാരതി ജനിപ്പിപ്പില്ലെങ്കിൽ വൃഥ വ്യായാമം മാത്രമായി വരും. ഭഗവാനെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് വിക്ഷസേനൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കണേ. ആ വിക്ഷസേനൻ എന്നാണ് ഭഗവാനെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് ഏതു വിധത്തിലുള്ള പ്രവൃത്തിയായാലും ഈശ്വരനിൽ ഭക്തി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ, ഭക്തിയോട് കൂടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടണില്ല. ആ ഭഗവാന്റെ ശ്രീഹരിയുടെ കഥകളിൽ താല്പര്യം ഉണ്ടാവുക, ആ അന്ധകരണ ശുദ്ധി ഉണ്ടാവണമെന്നാണെങ്കിൽ ഈശ്വര കഥകളിൽ താല്പര്യം ഉണ്ടായിട്ട് ഭഗവാനിൽ ഭക്തി നിറയണം. ആ ഭക്തി ഇല്ലാണ്ട് ചെയ്യുന്ന എല്ലാം വെറുതെ അധ്വാനം മാത്രമായിട്ട് പോകും. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറയാണ്. വിക്ഷസേനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവാന്തര്യാമിയായിട്ടിരിക്കുന്നതാണ് ഭഗവാൻ. എല്ലാത്തിനും ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഈ സർവപ്രപഞ്ചവും ചലിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹത്വത്തെ അറിയുന്ന കഥകളെ നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലങ്ങളായിട്ട് തീരണമെന്ന് പറയാം. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത. മുക്തി നേടാനാണു ധർമ്മം, അർത്ഥത്തിനല്ലൊരിക്കലും കാമത്തെ
ധർമ്മത്തിനല്ല അർത്ഥം, അതു ധർമ്മത്തിനെന്നു കീർത്തിതം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അതാ പറഞ്ഞത്. നമ്മളിത് വായിക്കാൻ എത്ര പ്രയാസപ്പെട്ടു സംസ്കൃതത്തിൽ അല്ലേ. അതിൻ്റെ രീതികൾ, ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അർത്ഥമൊക്കെ വ്യത്യാസം വരും. സംസ്കൃതത്തിൽ ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ആ അക്ഷരം തെറ്റാണ്ട് വായിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഹരിഭക്തിയിൽ ഭക്തി കൊണ്ട് വിഷയവൈരാഗ്യം വന്നിട്ട്, ആ വിഷയവൈരാഗ്യം വരാൻ നമുക്ക് സുഖം തരണ വസ്തുക്കളാണ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതൊന്നും നമുക്ക് സുഖം തരണില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വിഷയങ്ങളിൽ വൈരാഗ്യം വന്നിട്ട് അറിവുണ്ടാവുക, ആത്മജ്ഞാനം ഉണ്ടാവുക. അങ്ങനെ അതിനാണ് ഹരിഭക്തി. അതാണ് പരമമായ ധർമ്മം അത് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പരമമായ ധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. വെറുതെ ആ ഈശ്വരൻ്റെ കഥകളെ അല്ലെ മുനിമാർ ജ്ഞാനവൈരാഗ്യ എന്താ പറഞ്ഞ ഇന്ദ്രിയപ്രീതികൾക്ക് വേണ്ടിയിട്ടല്ല ഇത് വേണ്ടത്. മുക്തി നേടാനാണ് ധർമ്മം, അർത്ഥം നേടാനല്ല. നമുക്ക് കേവലമായിട്ട് കിട്ടുന്ന നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കാമനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് ധർമ്മത്തിന് വേണ്ടിയിട്ടാവണം. നമ്മൾ ഓരോന്നും നമ്മളുടെ പ്രവർത്തികൾ ആ ധർമ്മത്തിന് വേണ്ടിയിട്ടാവണം. എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെട്ടുള്ളൂ. കാമസ്യാനേന്ദ്രിയപ്രീതിർലോഭോ ജീവേതയാവത ജീവസ്യ തത്വജിജ്ഞാസാനാർത്ഥോ യച്ഛേകകർമ്മഭി. ഇന്ദ്രിയ പ്രീത്യർത്ഥമല്ല കാമമസ്തിത്വഹേതുകം, ജീവനു ലക്ഷ്യം തത്തേച്ഛ കർമായത്താർത്ഥമായിട. അതായത് കർമായത്താർത്ഥം എന്ന് വെച്ചാൽ കർമ്മം കൊണ്ടുണ്ടാക്കുന്ന, ജോലി ചെയ്തുണ്ടാക്കുന്ന ധനം എന്നുള്ള അർത്ഥമാണ് പറയണത് അവിടെ. ഇന്ദ്രിയ പ്രീത്യർത്ഥമല്ല കാമമാസ്തികഹേതുകം, ജീവനു ലക്ഷ്യം തത്വേച്ഛ കർമായത്താർത്ഥമായിടാ പറയണു. അതായത് വിഷയഭോഗരൂപമായിട്ടുള്ള കാമുണ്ടല്ലോ, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നന്മയായാലും തിന്മയായാലും അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് വീണ്ടും ജനന മരണങ്ങളിലേക്കൊക്കെ നമ്മളെ വഴി തെളിയിക്കുക ചെയ്യുക. ജീവിതത്തിൻ്റെ പ്രയോജനം കർമ്മങ്ങൾ ചെയ്ത് അർത്ഥാദികളെ വീണ്ടും സമ്പാദിക്കുന്നതിലല്ല. അത് എന്താ ചെയ്യേണ്ടത്? പരമതത്വത്തെ അറിയാൻ ഉപകരിക്കുന്ന പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ഒരു ജീവൻ്റെ പരമമായ പ്രയോജനം എന്ന് പറയാണ്. വെറുതെ കുറേ സമ്പാദിച്ചു, കുറേ ഭക്ഷിച്ചു, കുറേ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി, കുറേ കണ്ണുകളെ കൊണ്ട് കുറേ കാഴ്ചകൾ കണ്ട് കണ്ണിനെ സുഖിപ്പിക്കാൻ നോക്കി, കുറേ കാഴ്ചകളെ കൊണ്ട് കേട്ടുകൊണ്ട് ചെവിയെ സുഖിപ്പിക്കാൻ നോക്കി. ഇതിനൊന്നും സുഖം ഒരിക്കലും, ഇതെത്ര കിട്ടിയാലും മതിയാവാത്തതാണ് ഇവരുടെ. ആ കണ്ണിന് കാഴ്ച പോയി കാണാൻ പറ്റാണ്ടായാലും അതിന് പിന്നെയും ഇത്രയും കാലം ഉണ്ടായിട്ടും ഈശ്വരനെ കാണാൻ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടായില്ല. ഇനിയും ഈ കണ്ണ് എങ്ങനെയെങ്കിലുമൊക്കെ ഡോക്ടർമാരെ കണ്ടതായിട്ട് ഇനിയും കാണണം എന്നാണ്. അല്ലാണ്ട് നമ്മൾ ഈശ്വരനിലേക്ക് അപ്പോഴും തിരിയണില്ല. അതുകൊണ്ട് എന്തൊക്കെ കേട്ടാലും മതിയാവാണ്ട് പിന്നെയും ഓരോരോ സാധനങ്ങളൊക്കെ കാതിൽ വെച്ച് പിന്നെയും കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മുടെ ആസക്തി തീരണേ ഇല്ല. നാവിനെ കൊണ്ട് എന്ത് രുചിച്ചിട്ട് എന്തെല്ലാം രോഗങ്ങൾ വന്നു. ഡോക്ടർമാർ പറയുന്നു ഉപ്പ് കൂട്ടരുത്, പുളി കൂട്ടരുത്, മധുരം കഴിക്കരുത്, അത് ചെയ്യരുത് എന്ന് പറയണു. എന്നാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോന്നും ഒക്കെ ആകുമ്പോൾ അപ്പം പറയണത് കൈ മുറിക്കേണ്ടി വരുന്നു, കാല് മുറിക്കേണ്ടി വരുന്നു എന്നാൽ അതൊക്കെ മുറിച്ചാലും വേണ്ടില്ല, അത് മുറിച്ച് കളഞ്ഞാൽ സുഖമാവുമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മുറിച്ച് കളയണം. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോന്നും ആലോചിക്കും, എന്നിട്ട് സുഖാവും എന്ന് വിചാരിക്കണേ. അപ്പോഴും നമ്മൾ ആ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണില്ല. അതുകൊണ്ട് ഈ പുറമേയുള്ള ആസക്തി എത്ര അനുഭവിച്ചാലും മതിയാവില്ല. ഈ ഒരു സത്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരകഥകളെ കേൾക്കുന്നതും ഭാഗവതമൊക്കെ കേൾക്കുക, അതിനെ ഭക്തിയോടുകൂടി കേൾക്കാൻ പറയുന്നത്. അപ്പം ഭഗവാനിലൊരു ഭക്തിഭാവം വയ്ക്കുക. ഒന്നും എനിക്ക് വേണ്ട ഭഗവാനെ, അവിടുത്തെ കഥ കേട്ടാൽ മതി എന്നുള്ളൊരു ഭാവത്തോടു കൂടി കേട്ടു തുടങ്ങുമ്പോൾ ആ ഭഗവാന്റെ കഥയിൽ രതിയുണ്ടായി.
അതിനോട് തിരിയുമ്പോഴാണ് നമുക്ക് കുറേശ്ശെ ആ വിവേകം ഉണ്ടാവുക. ആ വിവേകത്തിൽ നിന്ന്, അറിവിൽ നിന്ന് നമുക്ക് വിരക്തി ഉണ്ടായിട്ട് നമ്മുടെ ദുഃഖങ്ങളൊക്കെ എത്രയായാലും അപ്പം ഇതൊക്കെ പിന്നെ നമുക്ക് ഇന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കർമ്മപ്രാരാബ്ധം കൊണ്ട് നാളെയും അനുഭവിക്കേണ്ടി വന്നു എന്ന് വിചാരിച്ചാലും അതൊന്നും നമുക്ക് ദുഃഖമായിട്ട് തോന്നില്ല എന്ന് പറയാം. വദന്തി തത്വം തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശദ്യതേ. വദന്തി തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അദ്വയജ്ഞാനമേ തത്വം എന്നു ചൊൽവൂ മനീഷികൾ. ബ്രഹ്മവും പരമാത്മാവും ഭഗവാനും ഒരേ പൊരുൾ. തത്വസ്വരൂപത്തെ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അദ്വയമായ ആ ജ്ഞാനമാണ് പരമമായ തത്വം എന്ന് ഋഷീശ്വരന്മാരെ പറയുകയാണ്. നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കുന്ന ആ അറിവല്ല. ഇന്ന് സുഖമാവുമെന്ന് വിചാരിച്ചിട്ട് സുഖമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം നാളെ ദുഃഖം വരുന്നു. അപ്പോൾ അത് മാറിയില്ലേ? ഇന്ന് സുഖത്തെ തരുന്നതിന് നാളെ ദുഃഖത്തെ തരികയാണ്. ചിലപ്പോൾ ഇന്ന് ദുഃഖത്തെ തരുന്ന കാര്യം നാളെ സുഖമായിട്ട് തന്നു എന്ന് വരും. അപ്പോൾ അതുപോലെ രൂപവും ഭാവവും എല്ലാ കാര്യങ്ങളും കാലം തോറും പണ്ട് ചെയ്തിരുന്ന പോലെ പല കാര്യങ്ങളും ഇന്ന് ചെയ്യണില്ല. കാലദേശങ്ങൾക്കനുസരിച്ചിട്ട് മാറി വരികയാണ്. അങ്ങനെയുള്ളത് മാറി വരുന്നത് പറ്റിയിട്ട് അറിയുക, അതല്ല ജ്ഞാനം. നിത്യശുദ്ധവുമായിട്ടുള്ള എന്നും ഒരുപോലെ മാറാണ്ട് എല്ലാത്തിനും സാക്ഷിയായിട്ട്, എല്ലാവരും ഉള്ളിൽ ആത്മാവായിട്ട് ഒരിക്കലും മാറാണ്ട് എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കണ ആ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് അറിവ്. അതാണ് അറിവ്. അതുകൊണ്ടാണ് ഉദാനമുത്തശ്ശൻ പറയണത്, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. എല്ലാവരും അറിവിൻ്റെ എന്താണ് അറിവ് എന്നറിയാണ്ട് അതാണ് അറിവ് എന്ന് വിചാരിക്കുന്നു. അതല്ല അറിവ്. ശരിയായ അറിവ് അതല്ല എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് പരമാർത്ഥത്തിനെ ബ്രഹ്മം എന്നാണ്, പരമാർത്ഥ തത്വത്തിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അതിനെയാണ് ആ ബ്രഹ്മ, അതിനെ തന്നെ ഭഗവാൻ എന്നും പറയുന്നു. ആ ബ്രഹ്മം പരമാത്മാവ് ഇവിടെ പറയണില്ലേ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശദ്യതേ. ഇതൊക്കെ ബ്രഹ്മം എന്ന് പറഞ്ഞാലും പരമാത്മാവ് എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയാം. തത്ശ്രദ്ധാനമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനിജാത്മാനം ഭക്ത്യാ ശ്രുതഹൃദി ഗൃഹീതയാ. മുനിമാർ ജ്ഞാനവൈരാഗ്യ ശ്രദ്ധയുള്ളവർ ഭക്തിയാൽ ആത്മാവിൽ ആത്മാവിനെ കണ്ടറിവോ ശ്രുതി സിദ്ധിയാൽ. ആ പരമാത്മ തത്വത്തെ അറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധ വച്ചുകൊണ്ടിരിക്കുന്ന ആ മുനീശ്വരന്മാര് വേദങ്ങളെയും ഉപനിഷത്തുകളെയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ അതൊക്കെ കേട്ടിട്ട് നാശരഹിതമായിട്ടുള്ള ആ ഈശ്വരനെ അവർക്ക് പറ്റിയിട്ട് ആ അറിവ് അവർക്ക് ഉണ്ടാവുക ചെയ്യണത്. ആ പരമമായ ജ്ഞാനം അറിവ് ഉണ്ടാവുകയാണ് ചെയ്യണത്. അത് ആ പരമമായ അറിവ് നമ്മളിൽ വർദ്ധിച്ചു വരുന്തോറും ഈ വിഷയങ്ങളിലുള്ള ആഗ്രഹം കുറഞ്ഞു വന്ന് പിന്നെ ആ സ്വന്തം ശരീരത്തിനോട് പോലും ഒരു പ്രതിബദ്ധത ഇല്ലാണ്ട്, ശരീരം പോലും നമുക്ക് ഒന്നിനോടൊരു ബന്ധമില്ലാണ്ടിരിക്കുക, അന്യമായിട്ടിരിക്കണോടൊക്കെ ബന്ധമില്ലാണ്ടിരിക്കുക, അല്ലെ അവനവൻ്റെ ശരീരത്തിനോട് പോലും ബന്ധമില്ലാണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ വരുന്ന രോഗങ്ങളോ ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവരെ ബാധിക്കില്ല. അങ്ങനെ ശരീരത്തിനോട് പോലും ബന്ധമില്ലാണ്ട് ഇരിക്കുകയാണ്. അവർക്ക് ആകെ കൂടി എന്തിനോടെ ബന്ധമുള്ളൂ? അവരുടെ ആ ശരീരത്തിനുള്ളിൽ നിത്യപ്രകാശമായിട്ടിരിക്കണ ആ ക്ഷേത്രജ്ഞനായിട്ടിരിക്കണ ആ പരമാത്മാവിനോട് മാത്രമാണ് ബന്ധം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യം അവർ തിരിച്ചറിയണമെന്ന് പറയാം. അതാ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിദോഷണം. ബ്രാഹ്മണശ്രേഷ്ഠരെ വർണ്ണാശ്രമാനുസാരികൾ സ്വനുഷ്ഠിത ധർമ്മത്താൽ നേടേണ്ടു ഹരിതോഷണം. പറയണു, ഭക്തി കൊണ്ടു തന്നെ ആ പരമാത്മാഭാവം ഉണ്ടാകുന്നതിനാൽ പറയാണ് ബ്രാഹ്മണന്മാരെ
നിങ്ങളിതാ വർണ്ണഭേദത്തെയും ആ ആശ്രമങ്ങളെയൊക്കെ ആശ്രമങ്ങളെയൊക്കെ അവലംബിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോട് കൂടിയിട്ട്, അതായത് ഓരോരുത്തരും അവരവരിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മത്തെ, ഒരാളെയും പറയണില്ല വീടുപേക്ഷിച്ച് പോവും നാടുപേക്ഷിച്ച് പോവും എന്നൊന്നും പറയില്ല. ഓരോ ജീവൻ്റെയും പൂർവ്വജന്മ കർമ്മവാസനകൾക്കനുസരിച്ചിട്ട് ഓരോ ഇടത്ത് ഭഗവാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഈശ്വരനായിട്ട് തന്ന ആ കർമ്മങ്ങളെ വേണ്ടതുപോലെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അനുഷ്ഠിക്കുക. അതിലൊന്നും ഒട്ടലില്ലാതെ കണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാവുന്നതാണ്. ഈ കർമ്മപ്രാരാബ്ധം തീർന്നാൽ ഈ ശരീരം കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ശരീരം. ആ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ ശരീരം അവിടെ വീണു പോകും എന്നുള്ള സത്യത്തിനെ ബോധിച്ചിട്ട് ശരിയായിട്ടുള്ള നമ്മളുടെ ആ ഫലപ്രാപ്തി ഈ മനുഷ്യ ശരീരം കൊണ്ട് അർത്ഥകാമങ്ങളെ നേടാനല്ല, ആ ശ്രീഹരിയുടെ പാദത്തിൽ അലിഞ്ഞു ചേരാനാണ്. പരമമായ ഭക്തിയാണ് സമ്പാദിക്കേണ്ടത്. അതാണ് ശരി വേണ്ടതെന്നുള്ള സത്യത്തിനെയൊക്കെ ബോധിക്കുകയാണ്. ആ ഹരിയെ സന്തോഷിപ്പിക്കുക വെച്ചാൽ ആ ഹരിയുടെ പാദത്തിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടതെന്ന് പറയുന്നു. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യകീർത്തിതവ്യശ്ച പൂജ്യശ്ച നിത്യത. അതിനാൽ ഭക്തതന്നാഥൻ ഹരി ഏകമനസ്സോടെ ശ്രോതവ്യൻ ധ്യേയനും കീർത്തനീയനും പൂജനീയനും. ആ ഭക്തിഹീനമായിട്ടുള്ള ധർമാനുഷ്ഠാനം കൊണ്ട് അത് വെറുതെ വെറും പരിശ്രമമായിട്ട് മാറുകയാണ് എന്നുള്ളത് കൊണ്ട് പറയണു. ഏകാഗ്രമായ മനസ്സോടു കൂടിയിട്ട് ഭക്തന്മാരെ ആ പരമസങ്കടത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് നിത്യവും കേൾക്കുക, കീർത്തിക്കുക, ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ആ പരമമായിട്ടുള്ള ജീവിൻ്റെ ലക്ഷ്യം. അതാണ്. ബാക്കിയൊക്കെ കർമ്മപ്രാരാബ്ധങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തർ എവിടെയായാലും കർമ്മപ്രാരാബ്ധങ്ങളാണ്. എല്ലാം വിട്ട് സന്യാസിയായിട്ട് പോയാലും ആ സന്യാസം ഈശ്വരനായിട്ട് തരുന്ന സന്യാസമാണെങ്കിൽ പിന്നെ അവൻ നിസ്സംഗനായിട്ട് ഒന്നിലും പിന്നെ ബാക്കി ഒന്നിലും വിഷയത്തിലില്ലാണ്ട് പൂർണ്ണമായിട്ടും എവിടെങ്കിലും ഇരുന്ന് ഈശ്വരധ്യാനത്തിലിരുന്ന് ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മളായിട്ട് സന്യാസം സ്വീകരിച്ച് പോകുമ്പോൾ കർമ്മവാസനകളൊന്നും വിട്ടിട്ടില്ലെങ്കിൽ വീണ്ടും പല കാരണങ്ങളും പറഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും പലതിലേക്കും വന്ന് അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും നമുക്ക് കാണാം, ഞാൻ ഇത് ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനിങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനിങ്ങനെ ചെയ്യണോണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കണേ എന്നുള്ള ഭാവത്തിലൊക്കെ പലരും അപ്പോൾ അവരായിട്ട് വിട്ടുപോകാത്ത പലതും അവരെ തിരിച്ചു വന്ന് അവരതിലൊക്കെ വീണ്ടും കർമ്മത്തിലിരുന്നിട്ട് അവർ കർമ്മങ്ങൾ ചെയ്യണതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരോന്മുഖമായിട്ടാണ് അവരിരുന്ന് കർമ്മങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ കർമ്മങ്ങൾ ചെയ്യണത് മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ എല്ലാവരെയും ഇപ്പോൾ ഉദ്ധരിക്കണം, എല്ലാവർക്കും അറിവുണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് ലോക നന്മയ്ക്കായിട്ട് തീരണം. അതും ആ ശരീരത്തിൻ്റെ പ്രാരാബ്ധം തീരണവരെ ഉണ്ടാവുള്ളൂ. പ്രാരാബ്ധം തീർന്നാൽ ആ ശരീരത്തിൻ്റെ പ്രാരാബ്ധം തരുന്നവരെ ഓരോ കർമ്മങ്ങളിൽ പെടാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതല്ല വേണ്ടത്, ഈശ്വരനെ സാക്ഷാത്കരിക്കണ വരെ ആ കർമ്മ പ്രാരാബ്ധങ്ങൾ ശരീരത്തിൻ്റെ ആ ഇതെടുത്തനുസരിച്ച് അതവിടെ തുടർന്നു കൊണ്ടുപോകും. അത് എങ്ങനെയായാലും എന്താണോ വന്നു ചേരണേ അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഇപ്പോൾ വലിയ കാര്യത്തിൽ കുട്ടികളുടെ വിവാഹമൊക്കെ അയക്കുന്ന ആൾക്കാരൊക്കെ പറയും. ഇപ്പം പലരും കാണാം വിവാഹത്തിലെ ജാതകമൊക്കെ നോക്കി കല്യാണം കഴിക്കണവർ. അവർ അത്രയും നിഷ്ഠയോട് കൂടിയിട്ട് അത്രയും കൃത്യമായിട്ട് എത്രയോ ജാതകങ്ങൾ നോക്കിയിട്ട് ഒന്നും ചേരാണ്ട് പരിപൂർണമായിട്ടും എല്ലാം ശരിയായിട്ടൊക്കെ ചേർന്ന് ജാതകമൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണൊക്കെയാണ് ജാതകത്തിൽ കാണുന്നത്. പക്ഷേ അങ്ങനെ ആ കല്യാണം കഴിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ സുഖമാണോ ദുഃഖമാണോ അതവിടെ നിൽക്കട്ടെ, അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. അബദ്ധത്തിൽ പെട്ടുക ഏത് നിലയ്ക്കായിക്കോട്ടെ. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണാം.
നാട്ടിൽ നടക്കുന്ന ഓരോ അക്രമ സംഭവങ്ങൾ, ഓരോരുത്തർക്ക് അനുഭവങ്ങൾ, ഇതൊക്കെ വന്ന് പെടുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞോളം തന്നെ പൂർവ്വജന്മകൃതമായ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മഫലങ്ങളെ കൊണ്ടാണ്, ആ കർമ്മ പ്രാരാബ്ധങ്ങളെ കൊണ്ടാണ് വന്നു ചേരണത്. ഇതിലെ പലതും നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലും ആ അനുഭവത്തെ നമുക്ക് ഉണ്ടല്ലോ ഒരു കാര്യം നമുക്ക് അനുഭവിക്കുക. അപ്പം മഴ നല്ല തല്ലി തെളിച്ച മഴ പെയ്യുന്നുണ്ട്. ആ മഴ നനയാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുട ഉപയോഗിച്ചാൽ ഒരു ദിവസം നനയാണ്ടിരിക്കാം, റെയിൻകോട്ട് ഉപയോഗിച്ചാൽ നനയാണ്ടിരിക്കാം. പക്ഷേ കുടയും റെയിൻകോട്ടും ഉപയോഗിക്കാൻ പറഞ്ഞ കുട എടുത്തോളൂ, മഴക്കാലമാണ്, മഴ നനയെന്ന് പറഞ്ഞ് കേൾക്കാണ്ട് പോയിട്ട് അപ്പം മഴ നനയേണ്ടി വരുമ്പോൾ അത് ആ മഴ നനയേണ്ടി വരുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഈശ്വരനെ ആശ്രയിക്കൂ, ഈശ്വരനെ ആശ്രയിക്കൂ. ഈശ്വരനെ ആശ്രയിക്കാണ്ട് ഇങ്ങനെ നടന്നിട്ട് ഓരോരോ ബുദ്ധിമുട്ട്. കാരണം ഇതിങ്ങനെ മഴ വരും എന്നുള്ളത് കാലാവസ്ഥയുടെയും മറ്റുള്ളതിനൊക്കെ അടിസ്ഥാനത്തിലൊക്കെ കർക്കിടക മാസമാണ് അല്ലെങ്കിൽ ഇടവ മാസമാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ അച്ഛനമ്മമാർക്ക് അവരുടെ അനുഭവങ്ങളെ കൊണ്ട് അറിയാൻ പറ്റും. മുത്തച്ഛനായാലും മുത്തശ്ശിയായാലും. അപ്പോൾ അതുകൊണ്ടാണ് പറയുക കുട്ടിയെ കുടയെടുത്തിട്ട് പോവുക. അപ്പോൾ പറയേ ഇത് മഴയൊന്നും വലിയ ഇത്ര വെയിലുണ്ട്, അപ്പോൾ എന്ത് മഴ പെയ്യണം, മുത്തച്ഛനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോയി. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും ഫുള്ള് മഴ നനഞ്ഞു. ആ മഴ നനഞ്ഞിട്ട് പോയ കാര്യം എൻ്റെ ഒരു ഇൻ്റർവ്യൂവിനാണ് ആ കുട്ടി പോയി അറിഞ്ഞത്. ആകെ നനഞ്ഞു, ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റില്ല, തിരിച്ചു വന്നു. അപ്പോൾ മുത്തശ്ശൻ കുടയെടുക്കാൻ പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് മുത്തശ്ശനോട് പറയുമ്പോൾ മുത്തശ്ശൻ്റെ ശാപം കൊണ്ടാ മഴ പെയ്ത്. അങ്ങനെയാണോ മഴ പെയ്ത്? മുത്തശ്ശൻ്റെ ശാപം കൊണ്ടല്ല മഴ പെയ്തത്, മുത്തശ്ശൻ പറഞ്ഞിട്ടല്ല. ആ മഴ ആ സമയത്ത് വരും എന്നുള്ളതാണ്. പക്ഷേ മുത്തശ്ശൻ പറഞ്ഞു കുടയെടുക്കാൻ. ആ കുടയെടുത്തെങ്കിൽ ആ പോയ കാര്യമൊക്കെ സാധിച്ച് വരായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കുമ്പോൾ ഇതുപോലെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ അതിനോടനുബന്ധപ്പെട്ട ഒരു അനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ആശ്രയിക്കണ മാധ്യമങ്ങളിൽ നിന്നൊക്കെ പലതും നമ്മുടെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ ഉപദേശം നമുക്ക് എത്തുന്നുണ്ടാവും. ആ ഉപദേശത്തോടനുസരിച്ചിട്ട് ജീവിക്കാത്തത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളതിനെ എന്നിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ജീവൻ്റെയും കർമ്മ പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ഇന്ന പോലെ വന്നു ചേരണം. ഇപ്പോൾ ജാതകം നോക്കിക്കൊണ്ട് കല്യാണം കഴിച്ചിട്ട് ആ കുട്ടിയെ കല്യാണം കഴിക്കാനാണ് അയാൾക്ക് യോഗം. അതുകൊണ്ട് അങ്ങനെ വന്നു. അതിൽ നല്ലതും അനുഭവിക്കാനും ചീത്ത അനുഭവിക്കാനും യോഗം ഉണ്ടെങ്കിൽ എത്ര ജാതകം നോക്കിയാലും ഇല്ലെങ്കിലും അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ വരും. പക്ഷേ ആ ജാതകം നോക്കാനും അതിനൊക്കെ പോയതൊരു ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് എന്ത് തന്നെ ജീവിതത്തിലുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വേണ്ടതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് അനുഗ്രഹിക്കണം എന്നുള്ള ആ ഉറപ്പോട് കൂടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ച് നാമം ജപിച്ച് കഴിഞ്ഞു വെച്ചാൽ ഈ ഈശ്വരൻ ഉണ്ടോ ഇല്ല അതൊക്കെ അവിടെ വിടട്ടെ. നമ്മൾ അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ച് നോക്കും. നമുക്കൊരു ഉറപ്പ്, ഒരു അത്താണി ഉണ്ട് അല്ലേ, ഈശ്വരനുണ്ട്, ഞാൻ പ്രാർത്ഥിക്കേണ്ട ഈശ്വരനെ അനുഭവിക്കേണ്ട. അപ്പം നമുക്ക് ഒരു അത് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഒരാളെ പറ്റിയിട്ട് ഒരു അഭിപ്രായം നമ്മുടെ ഉള്ളിൽ വന്നു ചേർന്നു എന്ന് വിചാരിക്കാം. നല്ലതോ ആവട്ടെ ചീത്തയാവട്ടെ, ഒരു അഭിപ്രായം വന്നു ചേർന്നാൽ പിന്നെ അയാളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഒന്നിലോ നല്ലതായിരിക്കും അല്ലെങ്കിൽ ദോഷമായിരിക്കും. ദോഷമായിട്ടാണ് കാണുക, ഏറ്റവും കൂടുതൽ ദോഷത്തിലാണ് കാണുന്നത്. അവർക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നെ ഇഷ്ടമില്ല, ഞാനിങ്ങനെയാണ്, എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ട്, എനിക്ക് സ്വത്തില്ലാത്തതുകൊണ്ട്, എനിക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഇഷ്ടമില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു. പിന്നെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നെഗറ്റീവായിട്ട് നമ്മൾ കാണുള്ളൂ. അവർ ചെയ്യേണ്ട ഒന്നും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ ആ ഒരുറപ്പ്. അതേസമയം നമുക്ക് ദ്രോഹമായിട്ട് ചെയ്യണ ആളായാലും നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ മണിയടിച്ചിട്ടൊക്കെ വർത്താനം പറയണ്ടാവുള്ളൂ. നമ്മളെ കാണുമ്പോൾ നല്ല സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല വാക്കുകൾ പറയണു ഒക്കെ ചെയ്യണു. അവർക്കിപ്പോൾ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാണാണ്ട് അപ്പുറത്ത് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണവരാണ്. പക്ഷേ പ്രകടമാക്കണത് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രകടമാക്കുമ്പോൾ അത് അയാൾ നല്ല ആളാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് അങ്ങനെയല്ല കേട്ടോ, വല്ലാണ്ട് അടുക്കണ്ട, അവരുടെ ആ പെരുമാറ്റം അത്ര ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞാലും അപ്പോൾ നമ്മളോടെ ദേഷ്യം ഉണ്ടാവുള്ളൂ. ആ പറയുന്ന ആളോടെ ദേഷ്യം ഉണ്ടാവുള്ളൂ. കാരണം എന്താ, മനസ്സിലെ ഉറപ്പ്. അപ്പം മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ട് അനുസരിച്ച് നമ്മളുടെ ചിന്തകളും പ്രവർത്തികളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ചില കാര്യങ്ങൾ വാശി പിടിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ വാശി പിടിച്ച് നേടുന്നു എന്ന് വാശി പിടിച്ച് നേടാൻ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടി പ്രവർത്തിക്കണവരൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മുടെ മനസ്സിനനുസരിച്ചിട്ട് നമ്മളിതാ ആ ഒരു കാര്യങ്ങൾ, അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്. ഒരു ശക്തി ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ശക്തി ഏതോ ആവട്ടെ, രാമനാവട്ടെ, കൃഷ്ണനാവട്ടെ, അള്ളാഹു ആവട്ടെ, യേശു ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, ആ ഒരു ശക്തിയിൽ ഉറപ്പിച്ചിട്ട് നമ്മളിതാ ആ ശക്തിക്ക് അതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഉറപ്പുണ്ട്. അപ്പം നമ്മളെ വരുന്ന എല്ലാ കർമ്മത്തിൻ്റെയും ഫലം നമുക്ക് എന്താണോ വരുന്നത് അതിനെ വേണ്ടതുപോലെ അനുഭവിക്കുക. അതായത് കർമ്മപ്രാരാബ്ദങ്ങൾക്കനുസരിച്ച് വന്നു ചേരുന്നതിനെ വേണ്ടതുപോലെ ആ സാഹചര്യത്തിനെ നമുക്ക് പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമായിട്ട് മുന്നോക്കം പോകാനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പിക്കുമ്പോൾ അത് തന്നെ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഖദുഃഖങ്ങളെ നേരിട്ടിട്ട് ദൃഢമാവാൻ. ബാക്കിയൊക്കെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത പോലും ദൃഢമാക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്തകൾക്കൊക്കെ അപ്പുറം നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനിൽ ഉറപ്പിച്ചാൽ എത്ര ദൃഢമാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും ഇങ്ങനെ പറയേണ്ട, ഞങ്ങളുടെ ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ടാവുമ്പോൾ രാത്രിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഒന്നും അത്ര അധികം വന്നിട്ടില്ല, ഇന്നത്തെ പോലെ ആ ലൈറ്റുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത്തിരി ഇങ്ങനെ മരങ്ങളൊക്കെ കൂടുതലുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ആയിട്ട് പേടിയായിട്ട് നിൽക്കുക ഒരു കുട്ടി. അപ്പോൾ പറഞ്ഞു, എന്തിനാ നീ പേടിക്കണേ, ഞാനിവിടെ നിന്ന് നോക്കിക്കോളാം, നീ പൊക്കോളോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ധൈര്യമായിട്ട് പോന്നു. ആളവിടെ നിൽക്കുന്നുണ്ട്, ധൈര്യമായിട്ട് പോന്നു. ആ കുട്ടി അതിൻ്റെ വീടിൻ്റെ ഉമ്മർത്തെത്തി കഴിഞ്ഞിട്ട് ആളവിടെ നിൽക്കണില്ല എന്ന് അതുവരെ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. അപ്പളേ തന്നെ അകത്തേക്ക് കയറിപ്പോയി, അവിടെ നിന്നൊന്നുമില്ല, ഞാൻ അവിടെ നിൽക്കേണ്ട പൊക്കോളൊന്നും. പക്ഷേ അവിടെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ആളില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ഭയം വന്നിട്ട് തുറക്ക നിലവിളിച്ച് ഭയപ്പെട്ട് വീണു. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അവിടെ ആൾ നിൽക്കുന്നുണ്ടെന്നുള്ള ഉറപ്പോടുകൂടി വന്നപ്പോൾ ഭയം ഉണ്ടായില്ല, ഇല്ല എന്ന് തോന്നിയപ്പോൾ ആ ഭയം കൊണ്ട് അവിടെ വീട്ടിലെത്തി. വീടിന് ഉമ്മർത്ത് വെളിച്ചുണ്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഭയപ്പെടേണ്ടതൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു അനുഭവം പറയും. അപ്പം അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. പേടി തട്ടിയിട്ട് എന്നിട്ട് ആ കുട്ടിക്ക് തീരെയും വയ്യാണ്ടൊക്കെ ആയി. ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയിട്ടൊന്നും മാറിയില്ല. അവസാനം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പാണൻ എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അവർ ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മുടെ അവിടെ പുള്ളുവന്മാർ അല്ലേ, അങ്ങനെയൊക്കെ പറയാം, അവർ പാടാനൊക്കെ വരും. അപ്പോൾ അങ്ങനെയുണ്ട്, അവരെ കൊണ്ടുവന്നിട്ട് ഊതിക്കളയാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഒന്നിങ്ങനെ ഊതിക്കളയും. അപ്പോൾ അതിന് പേടി പറ്റിയതിന് ഊതിക്കളഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് കാരണം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് അതിനെ ബാധിച്ചു എന്നുള്ളൊരു ഭയമാണ്. അതിപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഊതിയാലോ ആ ഭയം പോവുക. അതായത് ആ മനസ്സിൻ്റെ ഭയം എന്താണോ അതിന് അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, അല്ലാണ്ട് അതിനൊന്നും ഉണ്ടായിട്ടല്ല, മനസ്സുകൊണ്ട് സങ്കല്പിച്ച് തീർത്ത ഒരു ബുദ്ധിമുട്ടാണ് അത് ഡോക്ടറെയൊക്കെ കണ്ടാൽ മാറില്ല എന്നുള്ളൊരു തോന്നൽ അതിൻ്റെ ഉള്ളിലുണ്ടായി. അത് മനസ്സിൻ്റെ സങ്കല്പമാണ്. ഞാൻ ചെറിയ കാലത്തായിരിക്കുമ്പോൾ പല കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരും. ഇവിടെ ഒരിക്കലേ ഞങ്ങളെപ്പോഴും സരസായിട്ട് പറയണ കാര്യമാണ്, ഞങ്ങളുടെ മക്കൾ 2 പേരുണ്ട്. അപ്പോൾ അന്ന് അമ്മ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ, എൻ്റെ മകനും ഏട്ടൻ്റെ മകളും 2 പേരും ഏകദേശം ഒരു പ്രായമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ അറവുശാലയിൽ നിന്ന് ഒരു പോത്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി ആരൊക്കെയോ ഉപദ്രവിച്ചു എന്ന് ആരോ അവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെറിയ മകൻ ചെന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, നിൻ്റെ അമ്മയെ പോത്ത് കുത്തി എന്ന് പറഞ്ഞു. അവൾക്കത് പേടിച്ചിട്ട് അമ്മയെ പോത്ത് കുത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അന്ന് വരികയും ചെയ്തു. കുട്ടി ഉറപ്പിച്ച് പറഞ്ഞു, അമ്മയെ പോത്ത് കുത്തി എന്നുണ്ട്. കുട്ടിക്ക് അപ്പോഴേക്കും പനി വന്നിട്ട്, ചെറിയ കുട്ടിയാണ് കേട്ടോ, അധികമൊന്നുമില്ല. എൻ്റെ മകന് 3 വയസ്സ്, അവൾക്ക് 6-7 വയസ്സ്, അത്രയേ ഉള്ളൂ. അമ്മയോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഭയം കൊണ്ട് കുട്ടിക്ക് പനിയൊക്കെ വന്നാകെ ഇതൊക്കെയായി. ഈ പറഞ്ഞ പോലെ തന്നെ
വിളിച്ചു കൊണ്ടുവന്നു, ഇദ്ദേഹത്തിനെ തന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഊതലൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ല അത് പോത്തൊന്നല്ല മോളെ, അതൊരു എരുമയാണ്, അതതിൻ്റെ പാട്ടിന് പോയി എന്ന് പറഞ്ഞു. ആ എരുമയാണോ? കാരണം പോത്ത് ഏതാ എരുമ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു പോത്തൊന്നല്ല എരുമയാണ്, അതിൻ്റെ പനിയും മാറി. അപ്പം ഇതൊക്കെ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഭീതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭീതി വരുന്നത് എന്താ? ഭയം ഉണ്ടാവണത് ആരും ഇല്ല എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് ഭയം ഉണ്ടാവണത്. അപ്പോൾ ഈശ്വരനെ ആശ്രയിച്ചാൽ ഏറ്റവും ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് പലർക്കും ഇങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് സംശയമാണ്. എന്തിനെങ്കിലും ഒന്നിനെങ്കിലും ആശ്രയിക്കണം. പണ്ട് ഉള്ളവർ പറയില്ലേ, ആരെയും പേടിയില്ലെങ്കിൽ വീട്ടിലെ തൂണിനെങ്കിലും പേടി വേണമെന്ന്. അതുപോലെ നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചാൽ അറിയാണ്ട് അങ്ങനെ ആശ്രയിക്കുക. അത് കഴിഞ്ഞ് അറിഞ്ഞു കഴിയുമ്പോഴാണ്, ആ പ്രഭാവം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്കിതാ ആ ഭഗവാനിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, അത് അനുഭവമായി കഴിഞ്ഞാൽ, പിന്നെ ആര് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആര് എത്ര നമ്മളോട് ഇല്ല എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ആ ഒരു ഭാവത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ പറ്റില്ല. അത്രയും അതുകൊണ്ടാണ് ഇഷ്ടത്തോടു കൂടിയിട്ട് പ്രേമഭാവത്തോടു കൂടിയിട്ട് ആസ്വദിക്കൂ ഭാഗവത കഥകൾ എന്നൊക്കെ പറയണത്. യദനുധ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദസ്തസ്യ കോ ന കുര്യാത് കഥാരതിം. ആർതന്നനുധ്യാനം അറുത്തിയിടുന്നു കർമ്മവാസന അവൻ്റെ കഥ കേട്ട് ആനന്ദിക്കില്ലേതു വിവേകികൾ. നമ്മൾ ഒന്ന് ശ്രദ്ധ വച്ചാൽ നമുക്ക് വേണ്ടതുപോലെ ഇത് മനസ്സിലാവാനും ശ്രദ്ധിക്കാനും സാധിക്കും. യാതൊരു ഭഗവാന്റെ സ്വരൂപധ്യാനത്തെ വിദ്വാൻമാർ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന കർമ്മത്തെ മുറിച്ച് കളയുന്നതാണ് ആ സ്വരൂപധ്യാനം. അപ്പോൾ ഞാൻ കർമ്മം ചെയ്യണവനാണ്, ഞാനത് ചെയ്യണു, ഞാനിത് ചെയ്യണു എന്നുള്ള കാര്യങ്ങളിൽ ചെയ്താൽ ആ പുണ്യപാപങ്ങളൊക്കെ അവനവൻ അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഇതൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കുന്നവന് ആ കർമ്മപ്രാരാബ്ധങ്ങളൊന്നും എനിക്ക് വരില്ല. അവൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന വാളാണ് ആ ഭഗവാന്റെ കഥാരഥി എന്ന് പറയുന്നു. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാന്മഹത്സേവയാ വിപ്ര പുണ്യതീർത്ഥനിഷേവണാത്. കൃഷ്ണ തീർത്ഥസംസേവയാൽ വിദ്വൽ സേവയാലും വിവേകികൾ ബ്രഹ്മജ്ഞരെ സമാധിപ്പൂ വസുദേവ കഥാരുചി. ആ ഭക്തിയാണ് പരമമായ മുക്തിക്ക് കാരണം എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് എന്ന് പറയുകയാണ്. പാപങ്ങളെ നശിപ്പിക്കുന്നതിനും പുണ്യത്തിനെ വർദ്ധിക്കുന്നതിനും ശക്തിയിട്ടുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം, ക്ഷേത്രദർശനം ഇങ്ങനെ തുടങ്ങിയതൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ അവിടെ മഹാത്മാക്കളെയൊക്കെ സേവിക്കാൻ അവസരം ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ആ കഥകളൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ കഥകൾ കേൾക്കുമ്പോൾ ഇനി വീണ്ടും 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 കഥകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആ ഭഗവാന്റെ കഥയിൽ അഭിരുചി ഉണ്ടാവും എന്ന് പറയാണ്. എങ്ങനെയാണ് അഭിരുചി ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ എന്നും ക്ഷേത്രത്തിൽ പോയി തൊഴാനും അപ്പോൾ തീർത്ഥാടനത്തിനൊക്കെ പോവുക. ഒരേ ക്ഷേത്രത്തിലല്ല, പല ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, തീർത്ഥാടനത്തിന് പോവുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മഹാത്മാക്കളായിട്ടുള്ളവരെ കണ്ടുമുട്ടിയെന്ന് വരും. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ സത്സംഗങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത്തിരി നേരം അവിടെ ഇരുന്ന് കഥ കേൾക്കുക, ഇത്തിരി നേരം ഭജന പാടുണ്ടാവും, ഇത്തിരി നേരം ഭജന പാടുണ്ടാവും. ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ എന്താ നാമജപം നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ നാമം ജപിക്കാനായിട്ട് നമ്മളവിടെ അങ്ങനെ നിൽക്കും. അവർ നാമം ജപിക്കാൻ നിൽക്കും. നാമം ജപിക്കാനൊന്നും അത്ര ശ്രദ്ധയില്ലാത്തവൻ അവിടെ നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പറയും വരൂ ഇരിക്കൂ നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു അഭിമാനമൊന്നും അതിന് സമ്മതിക്കില്ല, നമ്മളങ്ങനെ ചെയ്യില്ല. പക്ഷേ അത് അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് പതുക്കെ അവിടെ ഇരിക്കാമെന്ന് തോന്നും, പിന്നെ നാമം ജപിക്കാമെന്ന് തോന്നും, പിന്നെ അതിനോടൊരു ഇഷ്ടം വരും, പിന്നെ കഥകൾ കേൾക്കാൻ ഇഷ്ടം വരും. അങ്ങനെ കുറേശ്ശെയായിട്ട് ആ ഭഗവാന്റെ കഥയിൽ അഭിരുചി ഉണ്ടാവും എന്നാണ് പറയണത്.
ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്തോഷ്യ ഭദ്രാണി വിധുനോദി സുഹൃത്കഥ സുഹൃത്സദാം. കൃഷ്ണൻ നിജഗതാസക്ത ജനാന്തർഹിതങ്ങളിൽ നിയന്ത്രിപ്പൂ വാസനയെ പുണ്യശ്രവണകീർത്തനൻ. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ, കേൾക്കുക. സ്വകഥാഞ്ച അവനവൻ്റെ സ്വന്തം കഥകളെ കേൾക്കുക. കേൾക്കണവരുണ്ടാവല്ലോ, കൃഷ്ണൻ്റെ കഥകളെ കേൾക്കണ അവരുടെ ഉള്ളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ പുണ്യശ്രവണ കീർത്തനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യും? അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന ആ കഥകളിൽ ആഗ്രഹം, മറ്റേ കാമാദികളുള്ള ദുർവാസനകളെയൊക്കെ നശിപ്പിച്ചിട്ട് ഈ കഥകളിലുള്ള ആഗ്രഹം അവരെ ജനിപ്പിച്ചുകൊണ്ട് അവരുടെ കർമ്മ പൂർവ്വവാസനകളിൽ നിന്നൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളിൽ നിന്നൊക്കെ നീക്കിയിട്ട് അവരുടെ പാപത്തെയൊക്കെ നശിപ്പിച്ച് അവരെ പരിശുദ്ധരാക്കണമെന്ന് പറയാം. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. സദാ ഭാഗവതന്മാരെ സേവിച്ചു തെളിവലുകിൽ ഉത്തമ ശ്ലോക ഭഗവത് ഭക്തി തോന്നുന്നു നൈഷ്ഠികി. അങ്ങനെ നിത്യവും ആ ഈശ്വര ഭക്തന്മാരാരാണോ അവരെ സേവിച്ചുകൊണ്ട് ആ ഭാഗവത ശ്രവണം കേട്ടുകൊണ്ട്, ഈശ്വര കഥകൾ കേട്ടുകൊണ്ട്, ഈശ്വരൻ്റെ കഥകളെ വായിച്ചുകൊണ്ട്, ഈശ്വരൻ്റെ കഥകളെ പാടിക്കൊണ്ട് ആ ഹൃദയത്തിലുള്ള ആ മനോമാലിന്യങ്ങളെല്ലാം നശിക്കുമ്പോൾ ആ ഹൃദയാന്ധകാരത്തെ നശിപ്പിക്കുന്ന യശസ്സോട് കൂടിയിട്ടുള്ള വാസുദേവനിൽ ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ഭക്തിയിലൂടെ വീണ്ടും വീണ്ടും ആ ഭക്തി മനസ്സിൽ നിറച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ തുടരുമ്പോൾ എന്താ ഉണ്ടാവുക? അതിലൂടെ അറിവുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ അമംഗളങ്ങളെല്ലാം നശിച്ചിട്ട് ആ കാമാദിവൃത്തികളൊക്കെ ക്ഷയിച്ച് കഴിഞ്ഞാൽ അറിവുണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള അനുഭവം, കൃഷ്ണ അനുഭവം ഉണ്ടാവും, ആനന്ദാനുഭവം ഉണ്ടാവും എന്ന് പറയുന്നു. തഥാ രജസ്തമോ ഭാവ കാമലോഭദയാശ്ചയ ചേത ഏതൈരനാവൃദ്ധം സ്ഥിതം സ്വതേ പ്രസീദതി. ഏവം പ്രസന്ന മനസോ ഭഗവദ്ഭക്തിയോഗദാ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ ഭിദ്യതേ ഹൃദയഗ്രന്ഥിച്ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ചസ്യ കർമാണി ദുഷ്ട ഏവന്മനീശ്വര. രജസ്തമോ ഫലഗുണ കാമലോഭാദിതൽക്ഷണം മായുന്നു സത്വപ്രസാദം വഹിപ്പൂ ശാന്തചേതന. ആ രജസ്തവങ്ങളൊക്കെ നീങ്ങിയിട്ട് മനസ്സ് സത്വപ്രധാനമായ ആ സമയത്ത് ആ സത്വപ്രധാനമായിട്ട് തീരണമെന്ന് പറയാം. ഭഗവത് ഭക്തിയോഗത്താൽ പ്രസന്നാശയനിൽ ക്ഷണാൽ ഭഗവത് തത്വവിജ്ഞാനം മുതിപ്പൂ സംഘമുക്തിയാൽ ഭേദിപ്പൂ ഹൃദയഗ്രന്ഥി ഛേദിപ്പൂ സർവശങ്കയും ക്ഷയിപ്പൂ കർമ്മങ്ങൾ ഈശ്വരൻ ആത്മാവിൽ ദൃശ്യമാവുകിൽ. അതായത് ആ ഭഗവാനോട് പിന്നെ നമ്മുടെ ആ അഹങ്കാരത്തിൻ്റെ ഞാൻ എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ ഹൃദയഗ്രന്ഥിയൊക്കെ ഇല്ലാണ്ടാവണു. അത് ആ ഈശ്വരനിൽ മനസ്സുറയ്ക്കണു. അപ്പം നമ്മുടെ സംശയങ്ങൾ ഒക്കെ നശിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ പറയണു, അതിൽ പറയണുണ്ടോ, അത് ഈശ്വരൻ ആത്മാവ് കർമ്മങ്ങളൊക്കെ ക്ഷയിച്ചു പോകണമെന്ന് പറയണു. എങ്ങനെയാണ് കർമ്മങ്ങൾ ക്ഷയിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളാണ് നമ്മളെ മനുഷ്യജന്മം എടുത്തിട്ട് ഇവിടെ തന്നേക്കണത്. അപ്പം നമ്മൾ ചെയ്യുന്ന പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് പലതും ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നു. അത് പല വിധത്തിലുള്ള ദുരിതങ്ങളാവാം, ഗൃഹത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദുരിതങ്ങളാവാം, രോഗങ്ങളായിട്ടാവാം, അതുപോലെ ദാരിദ്ര്യങ്ങളായിട്ടാവാം, അതുപോലെ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് അവരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങൾ, അതൊക്കെ അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ടാണ്. ഇവരൊക്കെ ചുറ്റും നിന്ന്
ഇതൊക്കെ നമ്മളുടെ ആ ശരീരത്തിനെ കൊണ്ട് ആ കർമ്മപ്രാരാബ്ധം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈശ്വരൻ്റെ നാമത്തിലും കഥകളിലൊക്കെ ഇഷ്ടം തോന്നിയിട്ട് അതിനോട് മനസ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ അറിയാമല്ലേ. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഗൃഹകാര്യങ്ങൾ വിട്ടിട്ട് എവിടേക്കും പോകാൻ നേരമില്ല, എപ്പോഴും മനസ്സമാധാനമില്ല, എന്നും സങ്കടവും വിഷമവും കാര്യങ്ങളുമായിട്ട് നടന്ന് നമ്മൾ എപ്പോഴൊക്കെയോ ഈശ്വരൻ്റെ നാമം ജപിക്കാനൊരു ഇഷ്ടം തോന്നി ആ നാമം ജപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകാനായിട്ട് തോന്നി. അവിടെ ചെന്നു സത്സംഗത്തിലിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അങ്ങനെ അതിനൊന്നും നേരം കിട്ടിയായിരുന്നില്ലാത്ത നമുക്ക് കുറേശ്ശെ അതിനുള്ള നേരം ലഭിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മവാസന കുറേശ്ശെ ക്ഷയിച്ചു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. അതായത് ജോലി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോവാത്തത്, അല്ലേ? ജോലി എങ്ങനെയാണ്? പൂർവ്വകർമ്മ ബന്ധങ്ങളെ കൊണ്ടുണ്ടാവുന്ന ജോലിയാണ്. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ ജോലിയൊക്കെ ചെയ്ത് ആ ജോലി കഴിഞ്ഞാൽ വിശ്രമിക്കുന്ന സമയങ്ങൾ നമുക്കിപ്പോൾ കൂടുതൽ ലഭിച്ചു കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഒടുങ്ങി വരികയാണ്. അപ്പോൾ നമുക്ക് പ്രതികൂലമായി നിന്ന പലരും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കണു. നമ്മളെ പണ്ടൊക്കെ ചീത്ത പറഞ്ഞവരിപ്പോൾ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കണു. അതെന്താണെന്ന് വെച്ചാൽ ഈ കർമ്മപ്രാരാബ്ധങ്ങൾ അത് നശിക്കണു എന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ സ്മുതാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനിം സത്വം രജസ്തമ ഇതി പ്രകൃതേ ഗുണാസ്തേർ യുക്തപരപുരുഷ ഏക ഇഹാസ്യദത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യൂർ. അക്കാരണത്താൽ കവികൾ ഭഗവാൻ വാസുദേവനെ മുതാ ഭജിച്ച് ആത്മശാന്തി നേടിയിടുന്നു നിരന്തരം. സത്വാദിയ ത്രിഗുണമീ പ്രകൃതി സ്വഭാവം സത്യത്തിൽ മൂന്നിലും ഇരിപ്പതു വിഷ്ണു മാത്രം. സൃഷ്ടിസ്ഥിതി പ്രളയഹേതുവിൽ മൂർത്തിഭേദം ശ്രേയസ്കരൻ നരനു സത്വഗുണാബ്ധി മാത്രം. ഗുരുവായൂരപ്പ. അപ്പം അങ്ങനെ ആ ശ്രീഹരിയിൽ ഭക്തിയും ജ്ഞാനവും ഉള്ളതുകൊണ്ട് എല്ലാവരും ആ ഭഗവാനെ പ്രേമത്തോടു കൂടിയിട്ട് ഭജിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനിലെ നമ്മുടെ ഉള്ളിലിരുന്ന് വാസുദേവൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആളാണ്. ആ ഉള്ളിലിരുന്ന് ആ ജ്ഞാനസ്വരൂപനായിട്ട് പ്രകാശിക്കുക, ആത്മജ്ഞാനം ആയിട്ടിരിക്കുന്ന ആളാണ് വാസുദേവൻ. അപ്പോൾ ആ വാസുദേവനിൽ രതി ഉണ്ടാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിവ് ഉണ്ടാവണു, ഈശ്വരൻ്റെ ആ പരമാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഏകനായ ഈശ്വരൻ പ്രകൃതി ഗുണങ്ങളായിട്ടുള്ള സത്വം രജസ് തമസ് എന്നീ കാര്യങ്ങളെ അവലംബിച്ചിട്ടാണ് ലോകത്തിനെ പരിപാലിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് നിർവഹിക്കാനായിട്ട് വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും ശിവനായിട്ടൊക്കെ വരികയാണ്. അവരിൽ ആ സത്വമൂർത്തിയായിട്ടുള്ള വാസുദേവനെ ഭജിക്കുന്നവർക്ക് ആ ശുഭഫലങ്ങൾ സിദ്ധിക്കുന്ന ഉറപ്പായിട്ട് പറയണു. അപ്പം നാശരഹിതമായിട്ടുള്ള ആ പരമപദത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ശ്രീഹരിയെ ആശ്രയിക്കണം എന്ന് പറയാം. പാർത്ഥിവദ്ദാരുണോ ധൂമാ തസ്മാദഗ്നിസ്ത്രയീമയ തമസ്തസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം ഭേജിരേ മുനയോധഗ്രേ ഭഗവന്തമധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയേനുദാനിഹ. മരത്തിൽ പുക പൊന്തുന്നു, പുകയിൽ പിന്നെ അഗ്നിയും, തമസ്സിന്മീതേ രജസ്സാം സത്വം താൻ ബ്രഹ്മദർശനം. പണ്ടേ ഭജിച്ചു മുനിമാരദോക്ഷജന ഈശനെ, ആ വഴിക്കവിടെ ശ്രേയസ്സുണ്ടായിത്തീരുമേവനും.
പറയണു, ഭൂമിയിൽ ഉണ്ടാവണ മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ആ മരത്തിൽ അതിൻ്റെ ഒരു കൊമ്പ് കുറിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മഥനം ചെയ്യണ സമയത്ത് അതിൽ അഗ്നി ഉള്ളത് കൊണ്ട് ആ അഗ്നിയുടെ ആ സമയം എന്ത് ചെയ്യും, ആ പുക പുറത്തേക്ക് വരും അല്ലേ. ആദ്യം പുക വരും, എന്നിട്ട് തീ ഉണ്ടാവുള്ളൂ. അരണി കടയുക എന്ന് പറയും. അരണി കടഞ്ഞ് പുക വന്നിട്ട് തീ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ വിറക് മാത്രമായിരിക്കുമ്പോൾ അതിലില്ല, വിറക് കടയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള അഗ്നി പുറത്തേക്ക് വരുന്നത്. അതിന് മുമ്പ് എന്ത് വരും, പുകയാണ് വരിക. അപ്പോൾ അതുപോലെയാണ് ആ ബ്രഹ്മം സത്വഗുണത്തിന് ആദ്യം തന്നെ ആ രജസ്സിൽ ഇതിൽ ഭഗവാന്റെ ആ കർമ്മശ്രദ്ധയൊക്കെ ഉണ്ടാവുച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ ബ്രഹ്മപ്രകാശമായിട്ട് ആ സത്വഗുണത്തിനെ, ആ ബ്രഹ്മത്തെ തികച്ചും പ്രകാശിപ്പിക്കും. ആ ബ്രഹ്മാനുഭവം, ആ കൃഷ്ണാനുഭവം, ഹരി നമുക്കൊക്കെ അനുഭവമായിട്ട് തീരും എന്ന് പറയണു. അതുപോലെ തന്നെ ആ ഭജിക്കുന്നവന് ആദികാലമൊക്കെ മുനികൾ ഇതുപോലെ ആ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആ പൂർവികന്മാരെ അനുസരിച്ചിട്ട് നമ്മളിതാ അതുപോലെ ഈശ്വര ഭജനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഹരിയെ ഭജിച്ചു കഴിഞ്ഞാൽ ആ ആത്മാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കണമെന്ന് പറയാം. മുമുക്ഷുവോ ഘോരരൂപാൻ ഹിത്വാ ഭൂപതീനഥ നാരായണ കലാശാന്ത ഭജന്തി ഹ്യനസൂയവാ രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ പിതൃഭൃതൃപ്രജേശാദിൻ ശ്രീയൈശ്വര്യ പ്രജേപ്സവാ. മുമുക്ഷയേക്കാൾ സുശാന്തന്മാർ ഭൂതപ്രേതഭയാദികർ അനസൂയർ ഭജിക്കുന്നു നാരായണ ചേഷ്ടിതം. പരമശാന്തിയുടെ രൂപമായിട്ടുള്ള മോക്ഷത്തെ കൊടുപ്പാൻ അർഹരായിട്ട് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഭജിക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങളെയൊക്കെ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരെന്താ ഘോരരൂപങ്ങളുടെ ഭൂതപ്രേതങ്ങളെയും അവരുടെ നാഥന്മാരായിട്ടുള്ള അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളെയൊക്കെ ദേവതാ സ്വരൂപങ്ങളെയൊക്കെയാണ് നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവതാ സ്വരൂപങ്ങളെ ആശ്രയിക്കുമ്പോൾ പരമശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ശ്രീഹരിയെ തന്നെ ആശ്രയിക്കണമെന്ന് പറയാം. വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മ വാസുദേവ പരാഗതി. സ ഏവേദം സസർജഗ്രേ ഭഗവാനാത്മമായയാ സദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭു ത്വയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിഭൃഞ്ജിത. വാസുദേവ പരം വേദം വാസുദേവ പരം മഖം വാസുദേവ പരം യോഗം വാസുദേവ പരം ക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപം വാസുദേവ പരം ധർമ്മം വാസുദേവ പരം ഗതി. അവനെ നിർമ്മിച്ചതാത്മമായ കൊണ്ടി ജഗത്തിനെ സദ്രൂപങ്ങളോടെ ഗുണവാൻ അഗുണൻ വിഭു മായാവിലാസമുണ്ടെല്ലാ ഗുണത്തിങ്കലുമെന്ന പോൽ ഉൾച്ചേർന്ന് വിളയാടുന്നു വിജ്ഞാനത്തിൽ വിചംബിതൻ. വേദങ്ങളും യോഗങ്ങളും യാഗങ്ങളും കർമ്മങ്ങളും ജ്ഞാനശാസ്ത്രങ്ങൾ തപസ് തുടങ്ങിയിട്ട് എല്ലാം ആ വാസുദേവൻ്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്ന് പറയാം. ആ വാസുദേവനെ പ്രാപിക്കാൻ ഉപകരിക്കുന്നതായിട്ടുള്ള ഈ പ്രധാന മാർഗങ്ങളെ ഉപായങ്ങളെയൊക്കെ ഉപദേശിക്കുന്നതാണ് ഇവയെല്ലാം. അപ്പോൾ ആ ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതിനെ നിലനിർത്താൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലാണ് സർവശാസ്ത്രങ്ങളും ചെന്ന് ചേരണത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ സൃഷ്ടിയാദി ലീലകളെ നിർവഹിക്കുന്ന പരമതത്വം വാസുദേവൻ തന്നെയാണെന്ന് ഈ 4 ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ്. ജഗത്തിന് കാരണം ഭഗവാൻ വാസുദേവനാണ്.
പിന്നെ ആ ജഗത്തിൽ പ്രവേശിക്കുക, നിലനിർത്തുക എന്നുള്ള ലക്ഷണത്തോട് കൂടിയിട്ട് ലീലകളെ ചെയ്യുന്നതാണ് ഭഗവാന്റെ ആ ലീലകൾ. മായയിൽ നിന്നുണ്ടായ ആകാശാദിഭൂതങ്ങളുടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് സർവപ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. യഥാവ്യവഹിതോ വന്യന്ദാരു ദാരുഷ്വേഗ സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ അസൗ ഗുണമയൈർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. വിലാസമുണ്ടല്ലോ ഗുണത്തിങ്കലുമെന്ന പോൽ ഉൾച്ചേർന്നു വിളയാടുന്നു വിജ്ഞാനത്താൽ വിജൃംഭിതൻ. ഒരേ തീ പല രൂപത്തിൽ പലേ വിറകിലെന്ന പോൽ വിശ്വാത്മാവാം പുമാൻ വാഴൂ പലതായി ഭൂതരാശിയിൽ. ഇതിൻ്റെ അർത്ഥമൊന്നും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് ബഹുരൂപനായിട്ട് എല്ലാത്തിലും ഇരിക്കുന്നതും ഭഗവാൻ ആ വാസുദേവൻ തന്നെയാണ് എന്ന് കാണിക്കുന്നു. ഏകരൂപനായിട്ടുള്ള അഗ്നി എങ്ങനെയാണ് പല വിധത്തിലുള്ള ബഹുരൂപമായിട്ട് കാണുന്നത്, പല വിധത്തിൽ ഉള്ള ഇങ്ങനെ പല വിറകുകൾ പല രീതിയിൽ കത്തിക്കുമ്പോൾ പല വിധത്തിൽ ആ അഗ്നിയെ കാണും. പക്ഷേ ആ അഗ്നി ഒന്ന് തന്നെയാണ്. ബഹുരൂപനെ പോലെ ഓരോ ജീവനിലും ഭഗവാൻ പല ഭാവത്തിൽ പ്രകാശിക്കുന്നു. പക്ഷേ ആ പ്രകാശിക്കുന്നത് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ട് ഒരേ ഭാവം തന്നെയാണ് എന്ന് പറയണം. അതുപോലെ സൂക്ഷ്മേന്ദ്രിയാത്മാക്കളോടെ താൻ തീർത്തവയിലൊക്കെയും നിർവിഷ്ടനായവയുടെ ധർമ്മം ചെയ്യുകയാണവൻ. അങ്ങനെ ആ ഭഗവാൻ അസൗ ഗുണമയ്യർഭാവേർ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭീ സുനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ആ സർവ സുഖവിഷയങ്ങളെ അനുഭവിക്കുന്ന ലീലയെ പറയണം. ഓരോ ആകാശാദിഭൂതങ്ങളെ, ഇന്ദ്രിയങ്ങള്, മനസ്സ് ഇവയോട് കൂടിയിട്ട് ആ നിർമ്മിക്കപ്പെട്ട 4 വിധത്തിലുള്ള സൃഷ്ടിവർഗങ്ങളിൽ പ്രവേശിച്ചിട്ട് അതിനനുരൂപമായിട്ടുള്ള സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. ശ്രീഹരിയാണ് അതാത് ജീവന്മാരെ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതും. നമ്മൾ തോന്നുന്നു നമ്മളാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ട് ഈശ്വരൻ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് അനുഭവമായിട്ട് വരുന്നത്. ഈ ശരീരത്തിലിരുന്ന് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കാൻ വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം അനുഭവിക്കണത് എന്ന് പറയുന്നു. പക്ഷേ ആ ഭഗവാന് അജ്ഞാനബന്ധമില്ലാത്തതിനാൽ നമുക്കെന്താ ജീവന്മാർക്ക് തോന്നുകയാണ് ഞങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കണതെന്ന് തോന്നുകയാണ്. അത്രയേ ഉള്ളൂ. ഭാവയത്യേഷ സ്വത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാനുരതോ ദേവതിര്യനരാദിഷു. ലീലാവതാരാനുരതൻ ലോകഭാവന ഇച്ഛയാൽ ലോകങ്ങൾ നിലനിർത്തുന്നു ദേവതിര്യനരാദിയിൽ. അങ്ങനെ ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി ദേവന്മാര്, മൃഗാദികള്, മനുഷ്യര് ഇവരിൽ സ്വച്ഛയാ സ്വരൂപങ്ങളെ ധരിച്ച് അവതരിച്ചിട്ട് ഓരോ വിധത്തിലുള്ള ലീലകളെ പ്രകാശിച്ചുകൊണ്ട് സത്വഗുണം കൊണ്ട് ലോകത്തെ മുഴുവനും പരിപാലിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ആ ഒരു അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. 2-ാം അധ്യായം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ ദ്വിതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ നൈമിഷിയോപാഖ്യാനം എന്ന പേരായിട്ടുള്ള 2-ാമത്തെ അധ്യായം ഇവിടെ സമാപിച്ചു. അടുത്ത ദിവസം നമുക്ക് 3-ാം അധ്യായം തൊട്ട് വായിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഭക്തരായ നിങ്ങളുടെയൊക്കെ പാദത്തിലെ പ്രേമപുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിലിരുന്നപ്പോൾ കാരണം നമ്മൾ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് നമ്മളൊന്നുമല്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ
ചെയ്ത കർമ്മപ്രാരാബ്ധങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഭഗവാൻ തന്നെ അനുഭവിക്കരുത്. പക്ഷേ ആ ഭഗവാന് ആ നിർഗുണനായതുകൊണ്ട് ആ ഗുണങ്ങളിൽ മുങ്ങിക്കഴിയണം നമുക്ക് തോന്നുക നമ്മളനുഭവിക്കണമെന്ന്. നമ്മൾ ഈ ശരീരത്തിൽ ഈശ്വരൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ അനുഭവമായിട്ട് തീരണത് അല്ലേ. ഈ ശരീരത്തിൽ നിന്ന് ആ സത്ത് പോയിട്ട് മൃതമായിട്ട് കിടക്കുന്ന ശരീരത്തിൽ അടിക്കുക ഇടിക്കുക അല്ലെങ്കിൽ മുറിക്കുക വെട്ടുക എന്തൊക്കെ ചെയ്താലും തീ കോരി ഒഴിച്ചാൽ എന്ത് ചെയ്താലും അതതിന് അറിയാൻ പോകണ്ടോ, അതിനെ അറിയണുണ്ടോ ഇല്ല. അപ്പോൾ ഇതൊക്കെ പരോക്ഷമായിട്ട് ഇതൊക്കെ അനുഭവിക്കുന്നത് ഭഗവാനാണ് അല്ലേ. ആ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുന്നത് ഭഗവാനാണ്. പരോക്ഷമായിട്ട് നമ്മളാന്ന് നമുക്ക് തോന്നുക എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ തന്നെയാണ് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങളായിട്ട് ഓരോ ജീവൻ്റെയും ഉള്ളിലിരുന്നിട്ട് ഈശ്വരൻ തന്നെ അതൊക്കെ ഓരോ ജീവനും അവൻ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ ആണ് ഓരോ ശരീരത്തിലിരുന്ന ആത്മാവായിട്ട് ആ ഭഗവാൻ തന്നെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇതിൽ അർത്ഥങ്ങൾ പറയണതിൽ തെറ്റുകളൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇത്രയെങ്കിലുമൊക്കെ പറയാൻ രണ്ട് വാക്ക്. കഴിഞ്ഞ ദിവസം അവിടെ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മൂലങ്കോട് പോയിണ്ടായിരുന്നു. അന്ന് എനിക്ക് തീരെ സുഖമില്ലാണ്ട് കിടക്കിന്ന് എണീറ്റിട്ട് കുളിച്ച് യാത്രയെ പോവുക ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞതൊക്കെ ശരിയായോ എന്ന് അറിയില്ല എന്ന് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പം തന്നൊരു അനിയത്തിക്കുട്ടിയാണ് അഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അഞ്ജു എന്നോട് പറഞ്ഞാൽ എന്നാലേ എടുത്തി ആ അമ്മയുടെ മുമ്പിലിരുന്ന് രണ്ട് വാക്കെങ്കിലും പറയാനൊരു ഭാഗ്യം തന്നില്ലേ, അത്രയും ആലോചിച്ചാൽ മതി, ബാക്കിയൊന്നും വേണ്ട. പോവാൻ പറ്റാതെ അവിടെ കിടന്നു വെച്ചാലോ അത് പറ്റാണ്ട് അവിടെ ചെന്നിരുന്ന് പറയാൻ പറ്റി. അത് അമ്മയുടെ അനുഗ്രഹം. അപ്പോൾ ആ അനുഗ്രഹം മതി, ബാക്കിയൊക്കെ പോട്ടെ. നമ്മൾ പറയണതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ പറയണതിനൊന്നും ഒരു പ്രസക്തിയൊന്നും ഇല്ല, അതൊരു കൊതി കൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. രാധേശ്യാം.